ദുരിതം വിട്ടൊഴിയാതെ ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് നിവാസികൾ വീണ്ടും ഒരു വർഷകാലം മുന്നിൽ നിൽക്കെ സർക്കാർ സഹായങ്ങൾ അടക്കം പ്രഖ്യാപനങ്ങളിൽ മാത്രം. നിയന്ത്രണങ്ങൾ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഒരു വർഷക്കാലം മുന്നിലെത്തി നിൽക്കെ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് വിലങ്ങാട് നിവാസികൾ. ദുരന്തത്തിന് പിന്നാലെ ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത അവസ്ഥയിലാണ് നാടൊന്നാകെ. സർവ്വതും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങളും ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കണം. ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഇതിന്റെ ചുമതല. അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി എന്നാണ് അവലോകന യോഗത്തിന് ശേഷം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ നമുക്ക് DDMന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. സോ അതൊരു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കും പ്രൈവറ്റും ഏത് പ്രോജക്റ്റ് ആണെങ്കിൽ DDMലെ റിക്വസ്റ്റ് കൊടുക്കണം. റിക്വസ്റ്റ് ആണെങ്കിൽ ഞാൻ പെർമിഷൻ തരാം. ശരിയാണ്. കാരണം ഈ എവിടെയാണ് സെൻസിറ്റീവ് ഏരിയ, ഏത് പുഴയുടെ ജസ്റ്റ് സൈഡ് ആണോ അല്ലെങ്കിൽ എവിടെയാണോ അത് നോക്കിയിട്ട് ശേഷം മാത്രം നമുക്ക് പെർമിഷൻ തരാം. അങ്ങനെ ഒരു മൊത്തമായിട്ട് ഒരു ബാൻ അല്ല. എന്നാൽ നടപടിക്രമങ്ങളുടെ പ്രായോഗികതയിൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാൻ കോഴിക്കോട് എത്തണം. പലതവണ ഓഫീസുകൾ കയറിയിറങ്ങണം. പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. മഞ്ഞച്ചിലിയിലടക്കം നിരവധി വീടുകളാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. ജനം, കോഴിക്കോട്.